ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ണിയപ്പം റെഡിയാക്കാം. ഇതിനായിട്ട് നമുക്ക് എത്ര ഉണ്ണിയപ്പമാണ് ചുട്ടെടുക്കേണ്ടത് അതിനാവശ്യത്തിനുള്ള പച്ചരി കഴുകി വൃത്തിയാക്കി വേറൊരു ചെരുവത്തിലിട്ട് നല്ല വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ അരി കുതിരാനായിട്ട് ഇടണം. പിന്നെ അതിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, ഏലക്കായ, ഒരു പപ്പടം, ഒരു നുള്ള് കരിഞ്ജീരകം, 2 പഴം, ഒരു 3 അച്ച് വെല്ലം. ഇതാണ് ഞാനിന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ ചോറ് വെക്കുന്ന ചാക്കരി ഒരു കുറഞ്ഞ അളവിൽ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നതിനുള്ള തരി ആ ഒരു അരിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു നുള്ള് അരി, കുറഞ്ഞ അളവ്, ഒരു പിടി, ഇത്രേ ആവശ്യമുള്ളൂ. അത് നമ്മൾ ആദ്യം പച്ചരി കഴുകി വാരി വെച്ച ആ വെള്ളം തന്നെ കുറച്ചൊഴിച്ചാണ് നമ്മൾ ഈ അരിയും ചാക്കരിയും ബാക്കിയുള്ള ചേരുവകളും എല്ലാം ഇട്ടിട്ട് ആദ്യം ഒന്ന് തരിതര അരച്ചെടുക്കുക. പപ്പടം ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങയിൽ നമ്മൾ ചെറിയ ജീരകവും ഏലക്കായും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജാറാണ് മിക്സിയുടെ, അതുകൊണ്ട് ഇതിൽ കൊള്ളും, ആവശ്യത്തിനുള്ള സ്ഥലമുണ്ട്. ചെറിയ ജാറിലാണെങ്കിൽ ഇതൊന്നിച്ചിട്ട് അരക്കാൻ പറ്റില്ല. പിന്നെ പഴം ഇട്ട് കൊടുത്ത് നമ്മൾ ആദ്യം ഒഴിച്ച് വെച്ചിരുന്ന ആ വെള്ളത്തിൽ നിന്ന് കുറഞ്ഞ അളവിൽ ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. ആ സമയം നമ്മൾ വെല്ലം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള തരി ഈ ഒരു പുഴുങ്ങല്ലരി ഇട്ടതുകൊണ്ട് നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ ഈ അരച്ചെടുത്ത മാവിലേക്കാണ് വെല്ലം ഉരുക്കിയൊഴിച്ച് നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണിൽ കുറച്ച് മൈദ മാവ് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സിയിൽ ഒന്നുകൂടി നമ്മൾ ഉരുക്കി വെച്ച വെല്ലം ലായനി വെച്ച് അരച്ചെടുത്ത് അതിലേക്ക് നമ്മൾ കരിഞ്ജീരകം ഇട്ട് കൊടുത്തു. കരിഞ്ജീരകം ഇട്ടിട്ട് നമ്മൾ പിന്നെ അരച്ചെടുക്കില്ല. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു, പണി കഴിഞ്ഞു, എണ്ണ ഒഴിച്ചു. നമ്മൾ ഈ തേങ്ങ കുനുകുന അരിഞ്ഞ് വെച്ചത് കുറച്ച് വറുത്ത് കോരി നല്ല ഉണങ്ങിയ പാത്രത്തിലേക്ക്, വെള്ളമയമില്ലാത്ത പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. കുറഞ്ഞ അളവിൽ ഈ വറുത്ത് കോരുന്ന വെളിച്ചെണ്ണ കൂടി ഈ മാവിലേക്ക് ഈ തേങ്ങയോടൊപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ എണ്ണയിൽ നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു നുള്ള് ഈ ബ്രൗൺ കളർ വരെ ആയാൽ മതി തേങ്ങ, നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഈ എണ്ണയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കും. കൂടുതൽ അളവ് എണ്ണ ആവശ്യമില്ല. നെയ്യായാലും നല്ലതാണ്. ഞാൻ പിന്നെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരച്ച് കൂട്ടി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുത്തു. ഈ ഒരു പരുവത്തിലാവണം നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട്. വല്ലാതെ മുറുകിയിരിക്കരുത്, ഇങ്ങനെ ഉറ്റി സ്പൂണിൽ നിന്ന് ഒഴിഞ്ഞ് പാകം ആവണം. അതിന് നമ്മൾ എണ്ണ ഒഴിച്ചു വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. നല്ല സ്പോഞ്ച് പോലെയുള്ള ടേസ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇത് വെല്ലത്തിൻ്റെ കളറ് വെള്ള ആയതുകൊണ്ടാണ് ഈ കളറ്. നല്ല കറുത്ത വെല്ലമാണെങ്കിൽ കറുത്ത കളറിൽ നമുക്ക് കോരിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല സ്പോഞ്ച് പോലെ തന്നെയുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്.